നല്ല മണം കൊഴുക്കട്ട ഉണ്ടാക്കുന്ന താഴ്ച രണ്ടോണം എനിക്ക് ഇതെന്തിനകത്തോട്ട് എടുത്തുപോയി എവിടെ ഈ പാത്രത്തിലോട്ട് എടുത്തേ ആറട്ടേട്ടാ ഭയങ്കര ചൂടായിരിക്കും തുണി പൊട്ടിക്കാതെ എടുക്ക് കൈവച്ചങ്ങ് എടുത്തോ പൊള്ളൂലടി ചൂടില്ലേ എടുത്തോ ആറട്ടെ ഒന്ന് ഈ സ്പൂൺ പെട്ടെന്ന് ഒന്നുമല്ല അങ്ങനെ ഇരുന്നപ്പോ ഉണ്ടാക്കാൻ തോന്നി പൊട്ടട്ടെ എന്നാലല്ലേ അത് ഞാൻ സ്പൂൺ കൊണ്ട് പൊട്ടിച്ചോളാം ഇതെന്താ ഇത് അമ്മക്ക് ഇച്ചിരി മധുരമില്ലാത്തത് വെറുതെ പീച്ചപ്പിടി പോലെ ഉണ്ടാക്കി കൊടുക്കാൻ അതിന് ഇത് ശർക്കരയല്ലേ നമുക്ക് കുഴപ്പമില്ലല്ലോ അമ്മ എന്നാലും പറയും ഓ എനിക്ക് വേണ്ടി നല്ലതാണോ ഇല്ലാതെ പോയി അതിനകത്ത് അതും കൂടെ വേണ്ടി ഞാൻ കഴിച്ചോളാം പെങ്ങള് ഇടി എന്റെ ഫോൺ അടിക്കുന്നു ഇടി അങ്ങ് എടുത്തിട്ടുണ്ടോന്ന് വെച്ചാ ആരാണ് അയ്യോ ഹോസ്റ്റലിൽ നിന്ന് നോക്കിയില്ല ഹലോ പറഞ്ഞ മോനെ ഇന്നാ ഇന്നിപ്പോ എങ്ങനെ വരാനാ ഇവിടെ ആരും ഇല്ല ഡാഡി ഇവിടെ ഇല്ലല്ലോ ഈ 2 ദിവസത്തേക്ക് വേണ്ടി ഇങ്ങോട്ട് വരണേ എന്തിനാ അവിടെ നിന്ന് പഠിക്ക എന്റെ കുഞ്ഞേ നീ വേറെ ഇപ്പൊ എന്താ അവന് ഡ്യൂട്ടി ഇല്ലേ മാമന് ഡ്യൂട്ടി ഉണ്ട് നീ കരയണേ എന്തിനാ ഇത് നല്ല പാട് എന്തിനാ ഇവിടെ റൊണാൾഡിനെ അവിടെ ആരും ഇല്ലാന്ന് പിള്ളേരാരും ആണോ അല്ലെങ്കിൽ റൊണാൾഡോ അച്ചാച്ചനെ വിടട്ടെ അങ്ങോട്ട് വിടുവോ കുഞ്ഞിനെ ഈ പെണ്ണോട് ചോദിക്കും പറഞ്ഞ റൊണാൾഡോ അച്ചാച്ചനെ അങ്ങോട്ട് വിടാത്തൊരുത്തി അയ്യേ കരയല്ലേ വരാന്ന് പറ വരാം ശരി കരയണേച്ചി പാവാൻ പറ്റി അവക്ക് അവിടെ കൂട്ടുകാരൊക്കെ പോയി അപ്പൊ വിഷമം റൊണാൾഡോ അച്ചാച്ചനോട് പറയുന്നെങ്കിൽ അല്ല അവള് ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞേ ചോദിച്ചിട്ടാ അവള് ചോദിച്ചിട്ട് നോക്കട്ടേടി കല്ലുമ്മക്കായല് കാക്കറച്ചിയും കണ്ണമ്മീൻ തങ്കച്ചേട്ടത്തിയാ എന്തോ ഒരു നിലവിളിയായിരുന്നു ഞാൻ അവിടെ താമസിക്കുന്നു പറഞ്ഞ എന്തോ ഒരു ബഹളമായിരുന്നു വരുവാടാ എന്റെ പൊന്നെ നല്ല ഉറക്കക്ഷീണമുണ്ട് ഒരു ചാല് ഉറങ്ങിയതുമില്ല ഓ നിങ്ങൾ വരുന്നില്ലേ ആഹാ ഞാൻ വരുന്നുണ്ടെങ്കിൽ പിന്നെ നിന്നെ വിളിക്കേണ്ട കാര്യം എനിക്ക് എന്റെ കൂടെ കൊച്ചിനെ വിളിക്കാൻ പറഞ്ഞില്ലേ പറഞ്ഞേ അങ്ങനെയല്ല പറഞ്ഞത് എനിക്ക് വരാൻ സമയമില്ല അതുകൊണ്ട് നീ പോയി വിളിച്ചോണ്ട് വരണം ആ മേട്ടൻ എന്ന് പറഞ്ഞൊരു പെണ്ണും പിള്ളക്ക് എന്നെ കാണുന്നത് തന്നെ അവിടെ പോയി നീ എന്തോ കുനിഷ്ടൊപ്പിച്ചിട്ട് ഒരു കുനിഷ്ടം ഒപ്പിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം വിളിക്കാൻ പോയപ്പോ അവിടെ ഒന്ന് തുപ്പി വെച്ചു പിന്നെ വായി തുപ്പലൊന്നും തുപ്പണ്ടേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തുപ്പാൻ പാടില്ലേ ഞാൻ തുപ്പുന്നിടത്ത് തന്നെ അവർ ഇവിടെ തുപ്പരുന്ന് ബോർഡ് കൊണ്ടുവച്ചാൽ എന്റെ കുഴപ്പമാണോ പോയി വിളിച്ചോണ്ട് വരാവോ അവരോട് കമാന്നൊരു അക്ഷരം മിണ്ടണ്ട അവളുടെ പേര് പറയും വിളിച്ചോണ്ട് വരും ദേ ഇത് 100 രൂപ ഇതിനകത്ത് 50 രൂപ ബാക്കി ഉണ്ടാവും അങ്ങോട്ട് പോകുമ്പോ ബസ്സിന് പോകും അപ്പൊ ഇതിനകത്ത് 50 രൂപയില്ലേ ദേ ഇതാകുമ്പോ 150 ബാക്കി ഇങ്ങോട്ട് വരുമ്പോ ഓട്ടോ വിളിച്ച് വാ അങ്ങോട്ട് ബസ്സിൽ ഇങ്ങോട്ട് ഓട്ടോയില് എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോയില് ബാക്കിയോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോയിൽ വരാൻ പറ്റൂല എന്താ പറ്റാത്തത് പൈസ എവിടെ ഇരിക്കുന്നത് ഇരിക്കുന്നവനെന്താ ഇതിന് ആവശ്യമുള്ളതാ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ പോയിട്ട് അങ്ങോട്ടും ബസ്സിൽ പോ ഇങ്ങോട്ടും ബസ്സിൽ പോ എല്ലാം കൂടെ 40, 40, 80 രൂപ ബാക്കി 120 രൂപ ബാങ്കിലോട്ട്
എടാ നീ എന്തോരം ഇങ്ങോട്ട് നടക്കുന്നതാ. ഇന്നലെ വിളമ്പോ അത് കഴിഞ്ഞ് വർക്ക്ഷോപ്പിലെ ലൈറ്റ് പണി കഴിഞ്ഞ് ഞാൻ വെളുപ്പിനെ 4 മണിക്കാണ് വന്ന് കിടന്നത്. നിങ്ങൾ കണ്ടാണല്ലോ. നിങ്ങൾ അന്ന കഥ പറഞ്ഞത്. എനിക്ക് അത്ര ക്ഷീണമുണ്ട്. അങ്ങോട്ടും ഓട്ടോ ഇങ്ങോട്ടും ഓട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്. ഓക്കെ, ശരി ശരി, വേണ്ട, ഒരു 100 രൂപ. അവിടെ മേട്ടൻ്റെ അടുത്ത് നമ്മളുടെ പേര് പറഞ്ഞാൽ അവൾ ബാങ്ക് കിടിപിടി എടുത്തുകൊണ്ട് വരാൻ താമസിക്കും. ആ സമയം റോഡിൽ പോയത് ഷാജി കൊടുത്ത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അതിന് പൈസ അങ്ങോട്ട് ഞാൻ ബസ്സിൽ പൊക്കോളാം. ഷാർജ അതിൽ നിന്ന് നേരെ നാരങ്ങ വെള്ളത്തിലോട്ട് വരാൻ പറ്റും. നാരങ്ങ ആസ് യൂഷ്വൽ. ഷാർജ ആകുമ്പോൾ കുറേ നേരം ചവച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ കുറേ സമയം എടുക്കും. എങ്ങനെയല്ല 1/2 മണിക്കൂർ എടുക്കും മുത്തിറങ്ങി വരാൻ. നാരങ്ങ പുറന്ന് ഒഴിച്ചാൽ കുടിച്ച് പുറന്ന് തീരും. മോളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. മോ കുരുട്ടി കൊടുക്കണം. അതിന് പൈസ ഇങ്ങനെ വെച്ച് ഞരടിയാ പറ്റത്തില്ല. പാരി ഇറക്കണം അങ്ങോട്ട്. പിന്നെ ഇപ്പൊ 300 രൂപ ഞാൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിച്ചം ഉണ്ടാവും. ഇതിനകത്ത് ഒന്നും മിച്ചം ഉണ്ടാവണം. കാര്യമുണ്ട്. ഈ 100 രൂപയും കൂടി ഞാൻ നിന്റെ തരും. ഒരു ചിക്കൻ മേടിച്ചോണ്ട് പറയാം. നമുക്ക് വൈകുന്നേരം ചിക്കൻ വെക്കാം. 100 ഇതിന്റെ കൂടി വന്ന ഒരു 10 രൂപ 120 രൂപയ്ക്ക് എന്തോരം ചിക്കൻ കിട്ടും. ബാക്കി നിന്റെ കയ്യിലുണ്ടാവും. ഇല്ല, പൈസ ഇന്നലെ വെളുപ്പിന് ഗൂഗിൾ പേ ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി. അപ്പൊ ഇന്ന് വരണ്ടേ ഞാൻ? അതാണ് അടുത്തത്. പെണ്ണിനെ വിളിച്ച് വേഗം ഇവിടെ കൊണ്ടുവന്നേക്കണം. ഒരു കാര്യം മുൻകൂട്ടി പറയാം, ഒന്നേ മുത്ത് വരും അല്ലെങ്കിൽ ചിക്കൻ വരും. രണ്ടും കൂടി ഈ പൈസക്ക് എന്തായാലും വരും തോന്നില്ല. എന്തോടാ പഞ്ചസാര അത്രയും പോയി? പഞ്ചസാര പോയതോ? ഈ പറ്റി ഞാൻ എന്തെങ്കിലും വീണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ പോയി റോസ്മേരി വേറെ കല്യാണം കഴിക്കും. എന്റെ പിള്ളേർ അനാഥരാകുന്നത്. എവിടെ പോണ ഇത്ര വെപ്രാളപ്പെട്ടുണ്ടോ? മുത്തിനെ വിളിക്കാൻ പോണതാ. ഉറക്കത്തിന്ന് ഇത് വിളിച്ച് എത്തിച്ചതിനുള്ള ദേഷ്യവാ. ഇതെന്തിനാ ഇപ്പൊ കൊണ്ടുവന്ന? പഞ്ചസാര ആണാ? കൊറേ കളഞ്ഞു. മുത്ത് വരാൻ പോണ്ട്. ഇന്ന് രാവിലെ വിളിച്ചിട്ട് പെണ്ണ് വേണ്ട കരച്ചില്. അവിടെ ഹോസ്റ്റലിൽ എന്താ പിള്ളേരെല്ലാവരും അവരവന്റെ വീട്ടിൽ പോയി. അപ്പൊ ഞാനോർത്ത് ഈ ആഴ്ച കൊണ്ടുവരണ്ട, അവിടെ നിക്കട്ടെ എന്ന് വിചാരിച്ച്. ക്ലീറ്റോ ഇല്ല വിളിച്ചിട്ട് വരാൻ. കനകനാണെങ്കിൽ ഭയങ്കര തിരക്ക്. അപ്പൊ അതേ രാവിലെ വിളിച്ചിട്ട് കരച്ചില്. എന്നെ ആർക്കും സ്നേഹം ഇല്ല, എനിക്ക് വീട്ടിൽ വരണ്ടേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനോർത്ത് അന്ന് അവനെ വിടാന്ന് വിചാരിച്ച് പോയി വിളിച്ചിട്ട് പറഞ്ഞാൽ അതിന് ഇഷ്ടപ്പെട്ടില്ല, ബസ്സിന് പോകാൻ പറഞ്ഞത് കാരണം. കൊറേ ആയില്ലേ അവളെ കണ്ടിട്ട്? കൊറേ ആയി. പാവം പഠിത്തം തന്നെ പഠിത്തം. ചേച്ചി നിക്കൊരു സാധനം തരാം. സ്പെഷ്യലാ? സ്പെഷ്യലൊന്നും അല്ല. പിന്നെ തമ്പിയണ്ണനുണ്ടോ അവിടെ? ഉണ്ട്. ദേ ഇച്ചിരി കൊഴുക്കട്ട ഉണ്ടാക്കിയതാ. ഇച്ചിരി പൊടിയിരുന്നേച്ച് വൈകുന്നേരത്തേക്ക് ചായക്ക് ആവുമല്ലോ എടുത്തതാ. മോള് പറഞ്ഞോണ്ടല്ല, അവള് വരണേന് മുമ്പ് ഉണ്ടാക്കിയതാ. അവള് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാ പെണ്ണ് വിളിച്ചത്. ഇനിയിപ്പോ വരുമ്പോ അതിനും കൊടുക്കാലോ. ഇതൊക്കെ ഇപ്പൊ കൊതിയാ. പണ്ട് ഇച്ചിരി കൊഴുക്കട്ട പാടുപെട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കണത്. കൊടുത്തിട്ടുണ്ടെങ്കിൽ വായുടെ അകത്തോട്ട് പോവില്ല. ഇപ്പൊ എന്ത് വെച്ച് കൊടുത്താലും തിന്നോളൂ. ഇപ്പോഴൊക്കെ വില മനസ്സിലായി. ഇപ്പോഴാ രുചി അറിയുന്നത്. തമ്പിച്ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ശരിയായിട്ടുണ്ടോന്നൊന്നും അറിയില്ല. ശരിയായിട്ടുണ്ട്, കാണുമ്പോ അറിയാം. മുത്ത് വരുമ്പോ വരണോട്ടാ. ഞാൻ വരും. കൊറേ ആയില്ലേ അവളെ കണ്ടിട്ട്. മുത്തതിനെപ്പോ വരുവാവോ? നല്ല ഫസ്റ്റ് ടീമാ പോയേക്കണേ. എഴുന്നേറ്റ് വന്ന് സാറ് ഉറക്കം മാറിയില്ലേ? മതി ഉറങ്ങിയത്. പല്ല് തേക്കായിരുന്നില്ലേ പൊന്നെ? പല്ല് തേക്കാം. അമ്മ ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? പിന്നെ ഇന്ന് ട്യൂഷന് പോണോ? പിന്നെ ട്യൂഷന് പോകണ്ടേ? ഇന്ന് ട്യൂഷന് പോണോന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നും ട്യൂഷന് പോണം. മുത്തു ചേച്ചി വന്നില്ലേ? മുത്തു ചേച്ചി വന്നെങ്കിൽ എന്താ കുഴപ്പം? പിന്നെ പോവണ്ട. നീ ഒന്ന് പൊയ്ക്കാടെ തീർക്കാ. നീ പോവണ്ട. മര്യാദക്ക് പല്ല് തേച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാൻ നോക്കിക്കേ. മുത്തു ചേച്ചി പറഞ്ഞല്ലോ പോണ്ടാന്ന്. അവളങ്ങനെ പലതും പറയും. മുത്തു ചേച്ചി പോണ്ടാന്ന് പറഞ്ഞെങ്കിൽ അവള് നല്ലോണം പഠിച്ച് ഒരു സ്ഥലത്തെത്തും, ഡോക്ടറാവും. നീ എന്ത് ചെയ്യും അന്നേരം? നീ കൂടി തേരാപ്പാര നടക്കും. ഒരു വീട്ടിൽ ഒരു ഡോക്ടർ മതി. ഞാൻ രാഷ്ട്രീയക്കാരനായാലും അപ്പം
പഠിക്കൊന്നും വേണ്ട, കുറച്ചൊക്കെ പഠിച്ചാൽ മതി. നീ ആള് കൊള്ളാലേ. എഴുന്നേറ്റ് എഴുന്നേക്ക്. എന്നെ പൊന്നു മോനെ, നീ എന്റെ അടി കൊള്ളരുത്. ഇല്ല. എടി ഇവിടെ വന്നെടി. എന്തമ്മാ നീ എന്തിനു ഞാൻ വേണ്ട അതിനെ പറഞ്ഞു കൊടുക്കുന്നത്? എന്ത് അവനെ ട്യൂഷന് പോകണില്ലാന്ന് പറഞ്ഞിരുന്നു കരയുന്നു. അതാണ് ഞാൻ പോണ്ട. എന്താ ഒരു നീറ്റിന് പഠിക്കണ കൊച്ചൊന്നും ഇല്ലല്ലോ. അവ ഒരു ദിവസം പോയില്ലെന്ന് ട്യൂഷൻ ഫീസ് കൊടുക്കണത് മര്യാദക്ക് നോക്കോ. പിന്നെ അവ ഇന്ന് പോണ്ട. അമ്മ ഒരു ദിവസം പോയില്ലെന്ന് വെച്ചാൽ 1ാം ക്ലാസ്സിലല്ലേ. ഇവിടെ ഇരിക്കണ എന്തിനാ ഇപ്പൊ? അവൻ എന്നെ ഒന്ന് കാണട്ടെ. ഞാനിവിടെ ഇല്ലല്ലോ. അവനവന്റെ ചേച്ചിയെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ നിങ്ങൾ വിളിക്കാറുണ്ടോ? അപ്പൊ അവ ഒരു ദിവസം എന്നെ ഇരുന്ന് കണ്ട് എന്റെ അടുത്ത് സംസാരിച്ച് പാവം അല്ലേടാ. ഇതെന്തോ ഇതിന് മാത്രം വർത്തമാനം പറയാനുള്ളത്? ഇന്നലെ വന്നു കയറി പാതിരാത്രി വരെ എന്തൊക്കെയോ കുടുങ്ങണമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ രണ്ടും കൂടെ. കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എടാ ഇന്ന് വല്ല ട്യൂഷൻ ഉണ്ടോ? ഇന്ന് വല്ല ടെസ്റ്റ് പേപ്പർ ഉണ്ടോ? ഇല്ല. പിന്നെ പോണ വേസ്റ്റ്. അവൻ എന്തായാലും അവിടെ കിടന്ന് ഉറങ്ങും. എന്നാ ഞാൻ പഠിപ്പിച്ചെടുത്തു. എടാ അവള് ഇവിടെ നാളെ ഉണ്ട്, ഇന്ന് മുഴുവനും ഉണ്ട് ഇവിടെ. അമ്മയ്ക്ക് ഇവനെ പറഞ്ഞു വിട്ടിട്ട് എന്തിനാ? നീ പഠിപ്പിച്ച് മതിയായില്ലേ? എന്റെ ചെറുക്കനെ അങ്ങനെ അതി കൂടി നടക്കാൻ പറ്റൂല. ഓ ഞാനിവിടെ തലയ്ക്ക് പ്രാന്ത് പിടിച്ച് കിടക്കും. നീ ഇവനെ കൂടെ പ്രാന്താക്ക്. ഇവന്റെ ഇഷ്ടത്തിന് പോയി പല്ല് വെച്ച് രണ്ടും കൂടെ പോ. പല്ലേക്ക് അമ്മനിക്കൊരു ചായ അവിടെ രാവിലെ എണീച്ച് ഇങ്ങനെ ചായ ഇട്ടാരാണോ? എനിക്ക് ആരും ചായ കുടിച്ചിട്ട് തേക്ക. ഹോസ്റ്റലിൽ എനിക്ക് പല്ലേക്കാതെ ചായ കുടിക്കാൻ പറ്റും അമ്മയുടെ? നീ എന്നിങ്ങനെ കുടിക്കുന്ന 2 മാസം കഴിഞ്ഞ് രീതികളാ ഇതൊക്കെ? അത് അമ്മയ്ക്ക് അറിയത്തില്ല. അത് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ആ മാനസികാവസ്ഥ മനസ്സിലാവും. നിനക്ക് വേണോ നീ ചായ? അവനും കുടിക്കും. അവനൊന്നും വേണ്ട. നീ പറയണത് കേൾക്കാൻ മൂളാൻ വേണ്ടി ഇരിക്ക അല്ലേ? നീ അവിടെ വന്ന് ഒളിഞ്ഞു നോക്കിയോ? എന്തിന്? ഞാൻ കള്ളനെ ഒളിഞ്ഞു നോക്കാൻ. ഒന്ന് നോക്കിയത് അടുക്കളയുടെ ആ ജനലിന്റെ അവിടെ. എനിക്ക് അത്രയും പൊക്കം കയറി നോക്കാൻ പറ്റും ജനലില്. പിന്നെ ആരാത്? ഞാനവിടെ ദോശ ഇട്ടോണ്ടിരിക്കുവായിരുന്നു. ദോശ എടുത്ത് മറിച്ചപ്പോ ആരാണ്ട് ഇങ്ങനെ വന്ന് നോക്കി അങ്ങ് പോയി. മനുഷ്യനോ? അല്ല, മൃഗം. അല്ല പൂച്ചയാണ് കണ്ടെങ്കിൽ. പിന്നെ പൂച്ചേനെ മനുഷ്യനെയും തിരിച്ചറിയാൻ പാടില്ലല്ലോ എനിക്ക്. അപ്പൊ മുഖം കണ്ട്. മുഖം കണ്ടോന്ന് വെച്ചാ അങ്ങനെ എന്തോ തോന്നി. മുഖം കണ്ടോ? മുഖം അങ്ങനെ വെച്ചാ എനിക്ക് അങ്ങനെ മുഖം കണ്ടെങ്കിൽ എനിക്ക് അറിയില്ല ആരാന്ന്. നേരല്ലോ. അത് വല്ല ഡാഡി ആലോചിച്ചിരുന്ന് ഹലൂസിനേറ്റ് ചെയ്തല്ലോ. പിന്നെ ഡാഡീനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഡാഡീനെ അല്ലേ കാണുള്ളൂ. അപ്പൊ ആരേലും ആയിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഇറങ്ങി നോക്കിയിരുന്നെങ്കിൽ കണ്ടുകൂടായിരുന്നോ? അതല്ലേ ഞാനിപ്പോ ഇറങ്ങി നോക്കിയിട്ടല്ലേ വന്നത്. അവിടെയും ആരും ഇല്ല. ആരും ഇല്ലായിരിക്കും. അമ്മയ്ക്ക് തോന്നിയിരിക്കും. ഇതിപ്പോ പറയാനാണെങ്കിൽ ഇത്രയും ചോദ്യം ചെയ്യണേ എന്തിനാ നീ? ഇന്നലെ ഉറങ്ങിയോ നല്ലോണം? അല്ല സിനിമയും കണ്ടിട്ടാണോ കിടന്നത്? എനിക്ക് വട്ടടി. എനിക്ക് ഉറക്കമില്ല. എനിക്ക് തോന്നാത്തതൊക്കെ തോന്നും. ചിലപ്പോ ഞാനില്ലാത്തോണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ. എടാ അവളിങ്ങോട്ട് വന്നതേ ഉള്ളന്ന്. എടാ നീ നിനക്ക് സമയമില്ലെന്ന് വെച്ച് എടാ നീ ഇങ്ങോട്ടൊന്ന് പാടാ. കഷ്ടമാണ് കേട്ടോ ഇതൊക്കെ. എൻ്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞെന്തിന്? നീ ഒരു കാര്യം ചെയ്യ്, നേരിട്ട് സംഘത്തിനെ വിളിച്ച് പറ. നാളെ വൈകിട്ട് പോകണം, മറ്റന്നാൾ രാവിലെ പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സംഘത്തിൻ്റെ അടുത്ത് വിളിച്ചാണ് ഇവിടെ സംസാരിക്കും. ആ ശരി നീ വച്ചാരാ. ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഓ ഞാൻ ഇന്നലെ വന്നു. ഇന്നലെ വന്നു. അത് ശരി. പിന്നെന്ത് ഇങ്ങോട്ട് വന്നത്? അല്ല ഒരു പാത്രം കൊടുക്കാനുണ്ടായിരുന്നു അമ്മയെ കണ്ടിട്ട്. എന്നാ ഞാൻ നേരാ. അയ്യോ അമ്മേരയിലല്ലേ, ഇവിടത്തെ അമ്മേരയില്. തങ്കോ അമ്മ എടി ഇതാണ്ടാ ഇങ്ങോട്ട് വന്നാണ്. ഇതാരാ ഇത്? ലല്ലു ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല ഇന്നലെ വന്നതാ. ആഹാ, സുഖം? ഓ കുഴപ്പമില്ലാതെ. ഓ കുറച്ച് സുന്ദരനൊക്കെ ആയല്ലോ. സത്യം സുന്ദരനൊക്കെ ആവണ്ടേ. ജോലിയൊക്കെ എന്തെങ്കിലും ആയോ? ജോലി ഇപ്പൊ ഇവിടെ നോക്കുന്നുണ്ട്. പിന്നെ എന്തായാലും ഒരു 2 മാസം കൂടെ കഴിഞ്ഞിട്ട് എന്തായാലും വിദേശത്തോട്ട് പോകണുണ്ട്. ചെറിയ ജോലി പിന്നെ ജീവിക്കണ്ടേ ഇനി. ആ നന്നായി. അലമ്പൊക്കെ ഒന്ന് കുറയ്ക്ക്. അല്ല ഇപ്പൊ അതൊക്കെ കുറഞ്ഞു. ജീവിക്കാനുള്ള ആഗ്രഹത്തിലാണോ? ആഗ്രഹത്തിലോട്ടൊക്കെ പോകണം. സുഖമല്ലേ? ഓ സുഖം. എന്താ വന്നേ? അല്ല ഈ പാത്രം തരാൻ വേണ്ടി. അയ്യോ ഇത് തരാൻ വേണ്ടിട്ട് എന്തിനാ വന്നത്? അത് പിന്നെ ഞാൻ മേടിച്ചോളുമായിരുന്നല്ലോ. ബിരിയെ കാട്ടി ഇന്ന് വരാല്ലോ, അപ്പം അമ്മയെ കാണുകയും ചെയ്യാം. കഴിച്ചോ എന്തെങ്കിലും രാവിലെ? രാവിലെ കഴിച്ചു. വേറെ എന്താ വിശേഷമൊക്കെ? വേറെ വിശേഷം, മുത്ത് പഠിക്കുന്നു, അതാ വിശേഷം. ആ അങ്ങനെയുള്ള വിശേഷങ്ങളിലോട്ട് വാ. അതിനിപ്പോ വല്ല വിശേഷമാണെങ്കിൽ പഠിത്തം കഴിഞ്ഞ് ഇതിനൊക്കെ കിട്ടുമോന്നൊക്കെ അറിയണം. അതാ കിട്ടുകയും എനിക്ക് അറിഞ്ഞൂടെ പിന്നെ മുത്തിന്റെ അടുത്ത്. വേറെ വിശേഷങ്ങൾ പറയട്ടെ. അങ്ങനെ ഇപ്പൊ വരാറുമില്ലല്ലോ നീ. അങ്ങനെ അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കാരണം ജീവിക്കാനുള്ളൊരു ഇതിൽ മാർഗത്തിലോട്ട് പോവാ. നമ്മൾ പഴയതുപോലെ കളിച്ചു നടന്നിട്ട് കാര്യം. നിന്റെ നടപ്പ് കണ്ടപ്പോ ഞങ്ങളൊക്കെ വിചാരിച്ചു നീ പരുന്തുങ്കാലെ പോകുന്നു. ഇല്ല അന്നേ ഞാൻ അങ്ങനെ വലിയ അലിമ്പൊന്നും അല്ലായിരുന്നു.
നമ്മളെ ടീമും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേനും അറിയാമല്ലോ, ഇവിടുത്തെ ടീമുകളൊക്കെ അറിയാമല്ലോ. അങ്ങനെ അതെല്ലാം മാറി ഇപ്പം. എന്തായാലും വയസ്സൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും, ജീവിക്കണം, എന്തെങ്കിലും കുടുംബം ആവണം, പിന്നെ എൻ്റെ അമ്മയും അച്ഛനെയൊക്കെ നോക്കണം. കല്യാണമൊക്കെ നോക്കണ്ടോ? കല്യാണം നോക്കണം. അതല്ലേ വിശേഷമൊക്കെ ചോദിച്ചേ, എന്തെല്ലാം വിശേഷം, വിശേഷങ്ങളൊക്കെ ചോദിച്ചല്ലേ. എന്നാ ശരി മോനെ. ആ അല്ലാതെ വേറെ വിശേഷമൊന്നുമില്ല. ഇല്ലല്ലേ? അപ്പൊ ശരിയെന്നാ. വേറെ വിശേഷമൊന്നും ഇല്ല. മുത്ത് ഇതുവരെയും കുളിച്ച് കഴിഞ്ഞില്ലേ? എവിടെ കേറിയിട്ട് പാട്ടും മേളവും തന്നെ കുളിമുറിയില്. ഈ ചെറുക്കനെ കൊണ്ട് തോറ്റ്. ആര്? ഗിരിജായെ. എന്ത്? മുത്തിനെ കാണണം, അങ്ങോട്ട് പറഞ്ഞു വിടാൻ. എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞത് എന്റെ അടുത്ത് പറയാം. കൊച്ചു വന്നതേ ഉള്ളൂ. അവള് വന്നല്ലേ ഉള്ളൂ, ഇനിയിപ്പൊ അങ്ങോട്ട് പറഞ്ഞു വിടാനായിട്ട്. ആകെ 2 അങ്ങോട്ട് വരാൻ പാടില്ല അപ്പൊ അമ്മാവന്. ഞാൻ പറഞ്ഞു വിടാം ചെറുക്കാൻ, നീ ഇങ്ങോട്ടൊന്ന് വാ, അവന് സമയമില്ല. അമ്മ എന്താണ്? ലോക്ക് പറഞ്ഞു തരുമോ? ഇല്ല അമ്മ ലോക്ക് പറഞ്ഞതാ. അമ്മ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ. അമ്മയെ കൈയൊന്നും തൊട്ടേതില്ല. എനിക്ക് കൈ 2 ഉള്ളു, അതുകൊണ്ട് എനിക്കിപ്പോ ആവശ്യമുണ്ട്. നിന്നെ തൊടാൻ വേണ്ടി നിൽക്കല്ലേ. അമ്മയെ കൈ ഇങ്ങോട്ട് ഞാൻ കൈ നീട്ടി ഒരെണ്ണം തരും. നിനക്കിപ്പോ എന്തിനാ? നിനക്കത് നശിപ്പിക്കാൻ വേണ്ടിട്ടല്ലോ, അല്ലെങ്കിലേ കൈ അത് താഴ്ത്തിട്ട് പൊട്ടിച്ചു വെച്ചേക്കുവാ. ആ അതെ ചേച്ചി, ഇവിടെ വാ. ഈ ചെറുക്കന് ഒരു സമാധാനവും തരൂല്ല. ഒരു ഫോണുണ്ട്, നമ്മളൊക്കെ എന്തോരം പുറത്തിറങ്ങി കളിച്ചിട്ടുള്ളതാ. അവന് ഫോണിൽ കളിച്ചാലേ പറ്റുള്ളൂ. മുത്ത് എവിടെ പോയി തങ്കം? മുത്ത് ഇവിടെ ഇല്ല. മുത്ത് അമ്മാവന്റെ അടുത്ത് പോയേക്കുന്നു. അയ്യോ, ഞാൻ വന്നിട്ട് കണ്ടതേ അല്ലേ, കാണാൻ വേണ്ടി വന്നതായിരുന്നു. അയ്യോടാ. അപ്പൂപ്പന്റെ അടുത്ത് പോയാ? ഓ പിന്നെ ഞാൻ ഫോൺ വിളിച്ചപ്പോ കൂട്ടുകാരിയും ചേച്ചിയൊക്കെ പറഞ്ഞ് ലുലു മാളി പോണെന്ന് പ്ലാൻ ചെയ്യാനായിട്ട്. അത് അവര് കൂട്ടുകാരെല്ലാരും കൂടി പറഞ്ഞു ലുലു മാളി പോവാന്നല്ലാതെ പോയൊന്നുമില്ല. എന്തെല്ലാം കാര്യങ്ങളാ. നീ ഒന്ന് പുറത്തു പോയി കളിച്ചേടാ എന്റെ പൊന്ന് തക്കടും. ഞാൻ ഫോണ് തരൂല്ല. പിന്നെ വേറെ എന്തുണ്ട്? മക്കള് പുറത്തുപോയി കളിച്ചു. കണ്ണിന്റെ കാഴ്ച പോകൂന്ന് പറഞ്ഞ എത്ര പറഞ്ഞാലും കേക്കൂല. തങ്കം, ഓ എനിക്കൊരു അബദ്ധം പറ്റി തങ്കം. എന്തുപറ്റി? ഇന്നലെ എനിക്ക് കൊഴുക്കട്ട എന്നില്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളിയായിരുന്നു. പാത്രം കണ്ടില്ലെന്നെങ്കിൽ ഈ തമ്പിച്ചേട്ടൻ കഴിച്ചിട്ട് എവിടെ വെച്ചാ എന്തോ, ഞാൻ അവിടെ ഒക്കെ നോക്കി. അല്ല പാത്രം കിട്ടിയല്ലോ. കിട്ടിയ ലല്ലു കൊണ്ട് തന്നു രാവിലെ തന്നെ. ലല്ലുവാ? ആ എപ്പോ? രാവിലെ കൊണ്ട് തന്ന്. ആ ഞാനേ മറന്നുപോയി. ഞാൻ തന്നെ പറഞ്ഞ അവനോട് കൊണ്ടു കൊടുക്കായി. എന്താ ഇപ്പൊ ഭയങ്കര മറവി, എല്ലാം മറന്നു. കൊള്ളാം. എന്നിട്ട് പിന്നെ പാത്രം നോക്കി നടന്നു. അവിടെ പാത്രം കാണണ എങ്ങനെയാ? എന്ത് കറി വെച്ച്? ഞാനോ മീൻ കിട്ടിയായിരുന്നു. ആണോ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടാ തങ്കം. അവള് വരുമ്പോ വരാം. അവള് വൈകിട്ട് വരും. അപ്പൊ ഞാൻ വരാം. എടാ നീ അല്ലടാ മുത്ത് ലുലു മാളിൽ പോയെന്ന് പറഞ്ഞത്. നീ അവിടെ അരിക്കാൻ സ്ഥലമില്ല, അവളവിടെ പോയിട്ടില്ല. അയ്യോ, ഒരു അബദ്ധം പറ്റി. ചേച്ചി ലുലു മാളിലൊന്നും ഇല്ല, പിന്നെ അപ്പൂപ്പന്റെ വീട്ടിൽ പോയി. എടാ അളി കഴിഞ്ഞ ഒരു കാര്യം കേൾക്കുമ്പോൾ നീ അത് ക്ലിയർ ആയിട്ട് കേൾക്കണ്ടേ? എടാ ലുലു മാൾ ഈ ചൂടുള്ള ഈ ഉടി ഇട്ടോണ്ട് ഞാൻ എനിക്ക് അരിക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എവിടെ പോയെന്ന്? അമ്മാവന്റെ വീട്ടിൽ. അറിഞ്ഞൂടെ? അപ്പൂപ്പന്റെ വീട്ടില്. അപ്പൂപ്പന്റെ വീട്ടിൽ പോയാ? കറക്റ്റ് എന്നേടേ വരുവോ ഇനി? വരും തോന്നാണ്. തന്നെ ഒരു കാര്യം ചെയ്യ്, ഞാൻ അകത്തേറി പോ. എന്തായാലും വന്നു, അവളെ കണ്ടിട്ട് തന്നെ പോണുള്ളൂ.
വീടില്ല മുത്തേ, നിന്നെ കണ്ടിട്ടേ ഞാൻ പോകും. ആ ഇതേത് മീനമ്മ? ചൂരയാണോ? ചൂര എനിക്കറിഞ്ഞൂടാ. ഞാൻ അവൻ മേടിച്ചിട്ട് തന്നെയല്ലേ റൊണാൾഡ്. നീ മാർക്കേ കളയട്ടെ, ഞാൻ കയ്യിലൊക്കെ വെള്ളാക്കാനായിട്ട്. ഇത് മീനച്ചാർ ഉണ്ടാക്കാൻ പറ്റൂ ഇതില്? മീനച്ചാറും കൂനച്ചാറൊന്നും ഉണ്ടാക്കാൻ പറ്റാം. മാർക്കേ വെള്ളം കളയട്ടെ ഞാൻ. എന്നാ പോ.